സ്ഥിതി അതിരൂക്ഷമാവുകയാണ്. വയനാട്ടേക്ക് പോകുന്നു. വയനാട് കൽപ്പറ്റ, കുന്നംപറ്റ, പുത്തൂർ വയൽ റോഡിൽ വെള്ളം കയറി. AK അഭിലാഷ് ചേരുന്നുണ്ട് അവിടെ നിന്നും. അഭിലാഷ്, ആളുകളൊക്കെ അവിടെ നിന്ന് മാറുകയാണല്ലേ? ആ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വയനാടും വരുന്നു എന്ന് വേണം പറയാൻ. കാരണം കനത്ത മഴയാണ് പല മേഖലകളിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുത്തൂർ വയലിലാണ്. ഈ പുത്തൂർ വയലിലെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം വെള്ളക്കെട്ട് രൂക്ഷമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും പോകാൻ കഴിയാത്ത നിലയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 20-25ഓളം കുടുംബങ്ങൾ ഇതിന് താഴെയായി താമസിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അവർക്ക് തിരികെ ഈ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് എത്താൻ കഴിയാത്ത നിലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് ആശങ്കപ്പെടുത്തുകയും ചെയ്തത്. നമുക്കറിയാം, തീവ്ര മഴയാണ് വയനാടിൻ്റെ പല മേഖലകളിലും ലഭ്യമാവുന്നത്. വയനാട് ചുരത്തിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാരവാഹനങ്ങൾക്കൊക്കെ പരിമിതമായ കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടത്തിവിടുകയും ചെയ്തത്. ഏതായാലും ഇവിടെയുള്ള ചില വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ചില വീട്ടുകാരൊക്കെ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് മഴ? നല്ല മഴയാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ വെള്ളം ഏകദേശം ഇപ്പോൾ നമ്മളെ റോഡ് മുറ്റത്ത് എത്താനായിട്ടുണ്ട്. ഇനിയും പെയ്യാണെങ്കിൽ ചിലപ്പോൾ വീട്ടിലേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ഇങ്ങനെ വെള്ളം കയറാറുണ്ടോ ഇവിടെ? ഇവിടെ 2018 ആ പ്രളയത്തിലും പിന്നെ അത് കഴിഞ്ഞ് ഉരുൾപൊട്ടി 2024 ആണ് ശരിക്കും വെള്ളം കയറിയിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മളെ വീട് കുറച്ച് താഴ്ച ആയതുകൊണ്ട് മഴ പെയ്ത സ്വാഭാവികമായിട്ടും കയറുന്നു, അതേപോലെ കയറിയായിരുന്നു. വലിയ വെള്ളം ഉണ്ടായ സമയത്ത് തന്നെയാണ് ഇവിടെ വെള്ളക്കയറ്റം ഉണ്ടായിരുന്നത്. അതെ അതെ, വലിയ വെള്ളം ഉണ്ടാകുമ്പോൾ മാത്രമാണ് വെള്ളക്കയറ്റം ഉണ്ടായിട്ടുള്ളത് ഇതുവരെ. പിന്നെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളാണ് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉണ്ട്. ഇവിടെ താഴ്ഭാഗത്ത് എത്ര കുടുംബങ്ങളുണ്ട് താമസിക്കുന്നത്? ഇപ്പൊ ഇതിന്റെ പുറകിൽ 5 വീടുകളുണ്ട്. പിന്നെ നേരെ ഫ്രണ്ടിലുള്ള ഈ ചേച്ചിയുടെ വീടുണ്ട്. വീടുകളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടിലും വെള്ളം കയറുന്നുണ്ട്. ഇവിടെ കുറെ കാലമായാണ് താമസിക്കുന്നത്. നമുക്ക് വെള്ളം കയറാറുണ്ടോ ഇവിടെ? ആശങ്കപ്പെടുന്നുണ്ടോ? പേടിയുണ്ടോ? ഏതായാലും 2018-ലും 2024-ലുമാണ് ഇവിടെ ഇത്തരത്തിൽ വെള്ളം കയറിയത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം രൂക്ഷമായ മഴയാണ് ഈ മേഖലയിൽ ഇപ്പോൾ പെയ്യുന്നതെന്ന്. നമുക്ക് കഴിഞ്ഞ 2-3 മണിക്കൂർ നേരമായി ഇത്തരത്തിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള ആളുകളാണോ? അതെ അതെ. എങ്ങനെ മഴ? മഴ കുഴപ്പമില്ല. രാവിലെ തൊട്ട് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് കാറ് കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്.